ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലുള്ള കുറച്ച് പച്ചക്കറികൾ കണ്ടാലോ. ആദ്യം നമുക്ക് തക്കാളി കാണാം അല്ലേ. അടുക്കളേൻ്റെ ഒരു ഭാഗത്ത് അച്ഛൻ ഒറ്റ തൈ കുഴിച്ചിട്ടാണ് കേട്ടത്. ഇതാകെ പടർന്ന് പന്തലിച്ച് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറേ ഉണ്ടായിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു ഇതായിട്ടും കുറേ എണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇതുണ്ടോ, അടിയിലൊക്കെ ഉണ്ടോ, കോമ്പലായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഈ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി കാണുമ്പോൾ എന്ത് സന്തോഷം അല്ലേ. തക്കാളി ഒന്നും പഴുത്തിട്ടില്ല കേട്ടോ, പഴുക്കാനാവുന്നതേ ഉള്ളൂ. എല്ലാം പച്ചയാണ് കേട്ടോ. അതുപോലെ തന്നെ അടുക്കളേൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് പയർ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് വലിയ നീളം കൂടിയ പയറല്ല കേട്ടോ, കുറച്ച് ചെറുതായിട്ടുണ്ടാവുന്ന പയറാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ എന്തൊരു രസമാണെന്നറിയാം, നന്നായിട്ടുണ്ടാവും ചെയ്തു. പയറി കാണുന്നത് പോലെ അല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു കിലോനോളമൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഉപ്പേരി വെച്ചിട്ടുണ്ടാവും കേട്ടോ. തന്നെ ഇപ്രാവശ്യം കുഴിച്ചിട്ട എല്ലാത്തിലും അത്യാവശ്യം കായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വലിയ വഴുതനങ്ങ ഇതുവരെ അച്ഛൻ ഉണ്ടാക്കിയിട്ടില്ല, ഒക്കെ ചെറിയ വഴുതനങ്ങ ഉണ്ടാക്കാറ് കേട്ടോ. പ്രാവശ്യമാണ് കുറച്ച് വലിയ വഴുതനങ്ങ ഉണ്ടാക്കുന്നത്. ഇതുണ്ടോ, ഇത്രയും വലുപ്പത്തിലുണ്ട് കേട്ടോ. നമുക്ക് എന്തൊരു വലുപ്പമല്ലേ ഇതാ. അതുപോലെ തന്നെ ഞങ്ങൾ ഉമ്മർത്ത് ഇതാട്ടോ, ചെറിയ മറ്റേ നമ്മളെ 18 മട്ട എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു ഇതുണ്ട്. കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കുറേ കൊല ഉണ്ടായിരുന്നു. ഇതിൽ നിറയെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ പറിച്ച് കഴിച്ചാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ നന്നായിട്ട് വെള്ളം കേട്ടോ. ഇവിടെ ഒറ്റൊന്ന് ബാക്കിയുണ്ട്, അത് നമുക്ക് ഇതുണ്ടോ ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഒക്കെ വലുതാവുന്നുള്ളൂ. പിന്നെ ഇവിടെ ഇതാ ചെറുത് വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു കൊല മൊത്തം ഉണ്ടായിട്ട് ഞങ്ങൾ പറിച്ച് കഴിച്ചു. ഇപ്പോൾ അത് അതിലവസാനമുള്ളതാണ് കേട്ടോ. ഇത് മക്കൾക്ക് വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മരം നമ്മളെ വീട്ടിലുണ്ടാവുന്നത് നമുക്ക് എത്രയോ നല്ല കേട്ടോ. നമുക്ക് അരയ്ക്കാൻ ഞാൻ പറയണില്ല, അരയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ പറയണില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഇളനീരൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് അത്രയും വലിയ മരത്തിൽ നിന്ന് ഇടുന്നതിന് പകരമായിട്ട് ഇതാട്ടോ, സിമ്പിളായിട്ട് നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ.